ലോഗോസ് ക്വിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ലോഗോസിൻ്റെ തുടർന്നുള്ള അപ്ഡേഷൻസ് ലഭിക്കാനായിട്ട് ആ സൈഡിൽ ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ 2026 ലോഗോസിന് മുഴുവൻ മാർക്കും വാങ്ങണമെന്ന ആഗ്രഹത്തോടെ അതിനുള്ള പരിശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിലാദ്യത്തെ പഠന ഭാഗമായ റൂത്തിൻ്റെ പുസ്തകത്തിലെ 1-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മളതിൻ്റെ ഓഡിയോ ബൈബിൾ കേട്ടു. വ്യാഴാഴ്ച നമ്മളതിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളതിൻ്റെ ഒരു MCQ ഫോർമാറ്റ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഫോർമാറ്റാണ് നമ്മൾ കാണാൻ പോകുക. അതായത് എൻ്റെ രീതി ഇങ്ങനെയാണ്: നമ്മൾ ആദ്യം ഒരു ചോദ്യം തരുന്നു, ആ ചോദ്യത്തിന് 4 ഓപ്ഷൻസ് വായിക്കുന്നു, എന്നിട്ട് ശരിയായിട്ടുള്ള ഉത്തരം നമ്മൾ താഴെ കൊടുക്കും. നിങ്ങൾ ഓരോ ചോദ്യം 4 ഓപ്ഷൻസ് വായിച്ച് കഴിയുമ്പോൾ 3 സെക്കൻഡ് സമയം നിങ്ങൾക്ക് ഉത്തരം ആലോചിക്കാനുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചോദ്യം കേട്ടു പോകുമ്പോൾ അതിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യുക. അങ്ങനെ വീഡിയോയുടെ അവസാനം നിങ്ങളുടെ പേരും നിങ്ങൾക്ക് എത്ര മാർക്കും കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ എന്തെങ്കിലും തിരുത്തലുകളോ തെറ്റുകളോ, ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് വീഡിയോ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കത് കറക്റ്റ് ചെയ്യാനായിട്ട് മറ്റുള്ളവർക്ക് കൂടി ശ്രദ്ധിക്കാൻ സാധിക്കും. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായിട്ട് തോന്നുകയാണെങ്കിൽ ലോഗോസിനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇത് അയച്ചു കൊടുക്കാം. നമ്മുടെ ലോഗോസിൻ്റെ അപ്ഡേഷൻസ് കൃത്യമായിട്ട് ലഭിക്കാൻ വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്, ലോഗോസ് 2026 എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ അപ്ഡേഷൻസും ഇതിൻ്റെ പഠന സഹായികളൊക്കെ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ശ്രദ്ധാപൂർവ്വം വീഡിയോ കേൾക്കുക, പരമാവധി മാർക്ക് വാങ്ങാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മുമ്പത്തെ ചോദ്യോത്തരങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ചോദ്യോത്തരങ്ങൾ വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ കേട്ടോ. അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. 1. എന്നെ നവോമി എന്ന് വിളിക്കരുത്, എന്നെ ഡാഷ് എന്ന് വിളിക്കണം. ഓപ്ഷൻസ്: എ മാറ, ബി സാറ, സി മേര, ഡി റൂത്ത്. ഉത്തരം ഓപ്ഷൻ എ മാറ. 2. നീ അടക്കം ചെയ്യപ്പെടുന്നിടത്ത് ഞാൻ അടക്കം ചെയ്യപ്പെടും. ആരുടെ വാക്കുകൾ? ഓപ്ഷൻസ്: എ നവോമി, ബി റൂത്ത്, സി ഓർഫ, ഡി മാറ. ഉത്തരം ഓപ്ഷൻ ബി റൂത്ത്. 3. കർത്താവിൻ്റെ കൈ എൻ്റെ മേൽ വീണിരിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ ഓർഫ, ബി റൂത്ത്, സി നവോമി, ഡി കിലിയോൺ. ഉത്തരം ഓപ്ഷൻ സി നവോമി. 4. നീ പോകുന്നിടത്ത് ഞാനും വരും എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻസ്: എ മാറ, ബി നവോമി, സി റൂത്ത്, ഡി ഓർഫ. ഉത്തരം ഓപ്ഷൻ സി റൂത്ത്. 5. നിന്നെയും എന്നെയും വേർപെടുത്തുന്നവൻ മരണം മാത്രമാകട്ടെ. ആരുടെ വാക്കുകൾ? ഓപ്ഷൻസ്: എ നവോമി, ബി ഓർഫ, സി റൂത്ത്, ഡി സ്ത്രീകൾ. ഉത്തരം ഓപ്ഷൻ സി റൂത്ത്. 6. സർവശക്തൻ എനിക്ക് ഡാഷ് വരുത്തിയിരിക്കുന്നു. ഓപ്ഷൻസ്: എ അനുഗ്രഹം, ബി ആപത്ത്, സി കഷ്ടം, ഡി ദുരിതം. ഉത്തരം ഓപ്ഷൻ ബി ആപത്ത്. 7. ഇവൾ തന്നെയോ നവോമി എന്ന് ആരാണ് പരസ്പരം ചോദിച്ചത്? ഓപ്ഷൻസ്: എ പുരുഷന്മാർ, ബി സ്ത്രീകൾ, സി കുട്ടികൾ, ഡി മുതിർന്നവർ.
ഉത്തരം ഓപ്ഷൻ ബി സ്ത്രീകൾ. 8. റൂത്ത് ഏത് വംശജയായിരുന്നു? ഓപ്ഷൻസ്: എ ഇസ്രായേൽ, ബി എഫ്രായിം, സി മൊവാബിയ, ഡി യഹൂദ. ഉത്തരം ഓപ്ഷൻ സി മൊവാബിയ. 9. റൂത്തിന്റെ അമ്മായിയമ്മയുടെ പേര് എന്ത്? ഓപ്ഷൻസ്: എ എലിമെലക്, ബി നവോമി, സി ഓർഫ, ഡി മാറ. ഉത്തരം ഓപ്ഷൻ ബി നവോമി. 10. എലിമെലാക്കും കുടുംബവും ഏത് ജനവിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു? ഓപ്ഷൻസ്: എ ബത്ലഹംകാരൻ, ബി എഫ്രാത്യർ, സി യഹൂദ, ഡി ലേവ്യർ. ഉത്തരം ഓപ്ഷൻ ബി എഫ്രാത്യർ. 11. ഭർത്താവ് മരിച്ച ശേഷം നവോമി എവിടേക്കാണ് മടങ്ങിയത്? ഇതിനുത്തരം ആമുഖത്തിലാണുള്ളത്. ഓപ്ഷൻസ്: എ ജെറുസലേം, ബി ഗലീൽ, സി കാനാൻ, ഡി നസ്രത്ത്. ഉത്തരം ഓപ്ഷൻ എ ജെറുസലേം. 12. റൂത്തിന്റെ പേര് ഏതു രാജാവിന്റെ പിതാക്കന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു? ഓപ്ഷൻസ്: എ ബാൽ, ബി ദാവീദ്, സി അബ്സലോ, ഡി സാമുവൽ. ഉത്തരം ഓപ്ഷൻ ബി ദാവീദ്. 13. ആരുടെ ഭർത്താവാണ് മരണമടഞ്ഞത്? ഓപ്ഷൻസ്: എ റൂത്ത്, ബി നവോമി, സി ഓർഫ, ഡി മാറ. ഉത്തരം ഓപ്ഷൻ ബി നവോമി. 14. നവോമിയുടെ മരുമക്കളുടെ പേര് എന്ത്? ഓപ്ഷൻസ്: എ റൂത്ത് ഓർഫ, ബി മാറ റൂത്ത്, സി എസ്തേർ റൂത്ത്, ഡി കിലിയോൻ മഹലോൻ. ഉത്തരം ഓപ്ഷൻ എ റൂത്ത് ഓർഫ. 15. നവോമി മരുമക്കളോട് എവിടേക്ക് പോകുവാനാണ് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ബത്ലഹേം, ബി മാതൃഭവനങ്ങളിലേക്ക്, സി ജെറീക്കോ, ഡി മരുഭൂമി. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മാതൃഭവനങ്ങളിലേക്ക്. 16. ചോദ്യം. നവോമിയും കുടുംബവും മോവാബിൽ എത്ര വർഷമാണ് താമസിച്ചത്? ഓപ്ഷൻസ് പറയാം. എ 5 വർഷം, ബി 7 വർഷം, സി 10 വർഷം, ഡി 12 വർഷം. ഉത്തരം ഓപ്ഷൻ സി 10 വർഷം. 17. എലിമെലെക്കിന്റെ ഭാര്യയുടെ പേര് എന്ത്? ഓപ്ഷൻസ്: എ റൂത്ത്, ബി നവോമി, സി ഓർഫ, ഡി മാറ. ഉത്തരം ഓപ്ഷൻ ബി നവോമി. 18. നവോമിക്ക് നഷ്ടപ്പെട്ടവർ ആരൊക്കെയാണ്? ഓപ്ഷൻസ്: എ ഭർത്താവും പുത്രന്മാരും, ബി പുത്രിമാരും കൊച്ചുമക്കളും, സി സഹോദരന്മാരും സഹോദരിമാരും, ഡി മാതാപിതാക്കൾ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഭർത്താവും പുത്രന്മാരും. 19. ചോദ്യം. അമ്മയെ ഉപേക്ഷിക്കാനോ
കൂടെ പോകാതിരിക്കാനോ എന്നോട് പറയരുത് എന്നപേക്ഷിച്ചത് ആര്? ഓപ്ഷൻസ്: എ ഓർഫ, ബി മാറ, സി റൂത്ത്, ഡി നവോമി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, റൂത്ത്. 20. യൂദായിലെ ബത്ലഹേംകാരനായ ആരാണ് മോവാബ് ദേശത്തേക്ക് കുടിയേറി പാർത്തത്? ഓപ്ഷൻസ്: എ മഹലോൻ, ബി എലിമെലെക്, സി കിലിയോൺ, ഡി സാമുവൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എലിമെലെക്. 21. മഹലോന്റെയും കിലിയോന്റെയും പിതാവിന്റെ പേര് എന്ത്? ഓപ്ഷൻസ്: എ നവോമി, ബി എലിമെലെക്, സി മാറ, ഡി ദാവീദ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി എലിമെലെക്. 22. കിലിയോന്റെ മാതാവിന്റെ പേര് എന്ത്? ഓപ്ഷൻസ്: എ ഓർഫ, ബി നവോമി, സി മാറ, ഡി എസ്തേർ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നവോമി. 23. എവിടേക്ക് വരുന്നു എന്നാണ് നവോമിയുടെ മരുമക്കൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ നസ്രത്ത്, ബി ബത്ലഹേം, സി ഗലീൽ, ഡി സമരിയ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ബത്ലഹേം. 24. നവോമിയെ ചുംബിച്ച് തന്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോയ മരുമകൾ ആര്? ഓപ്ഷൻസ്: എ റൂത്ത്, ബി ഓർഫ, സി മാറ, ഡി എസ്തേർ. ശരിയായ ഉത്തരം ഓപ്ഷൻസ് ബി ഓർഫ. 25. നവോമി വിട്ടുപോകാതെ ചേർന്ന് നിന്ന മരുമകൾ ആര്? ഓപ്ഷൻസ്: എ റൂത്ത്, ബി മാറ, സി ഓർഫ, ഡി ഹന്ന. ഉത്തരം ഓപ്ഷൻ എ റൂത്ത്. 26. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നവോമി ആശംസിച്ചത് ആരെയാണ്? ഓപ്ഷൻസ്: എ പുത്രന്മാരെ, ബി മരുമക്കളെ, സി സ്ത്രീകളെ, ഡി സഹോദരിമാരെ. ഉത്തരം ഓപ്ഷൻ ബി മരുമക്കളെ. 27. റുത്ത് ഭർത്താവിനോടൊപ്പം എവിടെയാണ് താമസിച്ചിരുന്നത്? ഓപ്ഷൻസ്: എ ബത്ലഹേം, സി മൊവാബ്, ബി മൊവാബ്, സി ജെറീക്കോ, ഡി ഗലീലിയ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മൊവാബ്. 28. ആരോടൊപ്പമാണ് റൂത്ത് ജെറുസലേമിലേക്ക് പോയത്? ഓപ്ഷൻസ്: എ കിലിയോൺ, ബി നവോമി, സി എലിമെലെക്, ഡി ഓർഫ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി നവോമി. 29. റൂത്തും നവോമിയും ചേർന്ന് യാത്ര ചെയ്ത് എത്തിയത് ഏത് നഗരത്തിലേക്കാണ്? ഓപ്ഷൻസ്: എ ബത്ലഹേം, സി എരിഹോ, ബി എരിഹോ, സി ഗലീൽ, ഡി നസ്രത്ത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ബത്ലഹേം. 30. എല്ലാം തികഞ്ഞവളായി ഞാൻ ഇവിടെ നിന്ന് പോയി, ഒന്നുമില്ലാത്തവളായി ഡാഷ് എന്നെ തിരിച്ചയച്ചു. ഓപ്ഷൻസ്: എ കർത്താവ്, ബി യഹോവ, സി ദൈവം, ഡി ബാൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ
കർത്താവ്. 31. റൂത്ത് ജെറുസലേമിൽ ആരുടെ ഭാര്യയായി? ഓപ്ഷൻസ്: എ മഹലോൻ, ബി കിലിയോൻ, സി ബോവാസ്, ഡി സാമുവൽ. ഉത്തരം ഓപ്ഷൻ സി ബോവാസ്. 32. രണ്ടാം വിവാഹത്തിന് ശേഷം റൂത്ത് ഏതു രക്ഷിതാവിന്റെ വംശാവലിയിൽ ഉൾപ്പെട്ടു? ഓപ്ഷൻസ്: എ മോശെ, ബി യേശു, സി അബ്രഹാം, ഡി സോളമൻ. ഉത്തരം ഓപ്ഷൻ ബി യേശു. 33. നവോമിയും കുടുംബവും മോവാബിൽ താമസിച്ച കാലം എത്ര? ഓപ്ഷൻസ്: എ 12 വർഷം, ബി 10 വർഷം, സി 5 വർഷം, ഡി 7 വർഷം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 10 വർഷം. 34. കർത്താവ് തന്റെ ജനത്തിനെ അനുഗ്രഹിച്ചത് എങ്ങനെ? ഓപ്ഷൻസ്: എ സമാധാനം നൽകി, ബി ധനം നൽകി, സി ഭക്ഷണം നൽകി, ഡി രാജാവിനെ നൽകി. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ഭക്ഷണം നൽകി. 35. നവോമി ആരുടെ കൂടെയാണ് ബത്ലഹേമിലേക്ക് പോകുവാൻ ഒരുങ്ങിയത്? ഓപ്ഷൻസ്: എ സഹോദരിമാർ, ബി സ്ത്രീകൾ, സി മരുമക്കൾ, ഡി പുത്രന്മാർ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി മരുമക്കൾ. 36. അമ്മയുടെ ഡാഷ് എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. ഓപ്ഷൻസ്: എ ബന്ധുക്കൾ, ബി ചാർച്ചക്കാർ, സി സുഹൃത്തുക്കൾ, ഡി ജനങ്ങൾ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ചാർച്ചക്കാർ. 37. എന്ത് തുടങ്ങിയപ്പോഴാണ് അവർ ബത്ലഹേമിലെത്തിയത്? ഓപ്ഷൻസ്: എ മുന്തിരി കൊയ്ത്ത്, ബി ഗോതമ്പ് കൊയ്ത്ത്, സി ബാർലി കൊയ്ത്ത്, ഡി ഒലിവ് കൊയ്ത്ത്. ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ബാർലി കൊയ്ത്ത്. ഉള്ളവരെ, ഇതോടുകൂടെ നമ്മൾ ലോഗോസിൻ്റെ 2026 ലോഗോസിൻ്റെ പഠനഭാഗമായ റൂത്തിൻ്റെ ഒന്നാം അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങളുടെ പേരും മാർക്കും രേഖപ്പെടുത്താൻ മറക്കരുത്. അടുത്ത ആഴ്ചയിൽ നമ്മൾ റൂത്തിൻ്റെ പുസ്തകം 2ാം അധ്യായമാണ് പഠിക്കാൻ പോകുക. അടുത്ത ചൊവ്വാഴ്ച നമ്മൾ ഓഡിയോ ബൈബിൾ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞ് വരുന്ന വ്യാഴാഴ്ച നമ്മളതിൻ്റെ ചോദ്യോത്തരങ്ങളും, ശനിയാഴ്ച മോക്ക് ടെസ്റ്റ് MCQ ഫോർമാറ്റിലുള്ള മോക്ക് ടെസ്റ്റും ഈ ചാനൽ വരുന്നതാണ്. ദിവസങ്ങളൊക്കെ നിങ്ങൾ 2ാം അധ്യായം നന്നായിട്ട് വായിച്ച് മനഃപ്പാഠമാക്കാൻ പരിശ്രമിക്കുക. ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി വീഡിയോ ഒന്ന് പങ്കുവയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്ക് ഒരുമിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിക്കാനായിട്ട് പരിശ്രമിക്കാം.